ജർമ്മനിയിലെ മ്യൂണിക്കിലെത്തിയിരിക്കുകയാണ് ഞാൻ. മ്യൂണിക്കിലെ പഴയ നഗരത്തിന്റെ ഹൃദയഭാഗമായ ഒഡിയോൺസ് പ്ലാറ്റ്സ് ആണിത്. ഏറെ ചരിത്രം കടന്നുപോയ പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ മനുഷ്യർ നടക്കുക മാത്രം ചെയ്യുന്ന ഈ തെരുവുകളിലെ ഓരോ കെട്ടിടത്തിനും ദീർഘമായ ചരിത്രമുണ്ട്. ബവേറിയ എന്ന ഈ പ്രദേശം രാജഭരണത്തിന് കീഴിലായിരുന്ന ഒരു കാലമുണ്ട്. അന്നിത് ജർമ്മനിയല്ല, ബവേറിയ എന്ന രാജ്യമാണ്. രാജ്യതലസ്ഥാനം ഈ മ്യൂണിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ കൊട്ടാരങ്ങളും ആഠ്യത്വമാർന്ന പ്രഭുമന്ദിരങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. പിന്നീടാണ് ഇവിടം ഏകീകൃത ജർമ്മനിയുടെ ഭാഗമാവുന്നത്. ബവേറിയ ഒരു വലിയ പ്രദേശമാണ്. വ്യത്യസ്തമായൊരു സംസ്കാരവും പാരമ്പര്യവുമുള്ള പ്രദേശം. മുന്നിൽ ഇക്കാണുന്നതെല്ലാം കൊട്ടാരത്തിന്റെ ഭാഗമാണ്. മ്യൂണിക് റെസിഡൻസ് എന്ന് പ്രശസ്തമായ കൊട്ടാരത്തിന്റെ ഭാഗം. ആളുകൾ തൊട്ടുതലോടെ കടന്നുപോകുന്ന ഈ സിംഹപ്രതിമയെല്ലാം കൊട്ടാരമതിലിന്റെ ഭാഗമാണ്. ഞാൻ മ്യൂണിക് റെസിഡൻസിന്റെ മുന്നിലേക്ക് നടന്നു. 14-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമുള്ള കൊട്ടാരക്കെട്ടുകളാണ്. 1918 വരെയും സർവപ്രതാപത്തോടെ നിലനിന്ന കൊട്ടാരം. കൊട്ടാര കവാടത്തിനു മുന്നിൽ ഒരാൾ സംഗീതമൊഴുക്കുന്നു. ചരിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം പോലെ. ഇതാണ് കൊട്ടാരത്തിന്റെ മുൻഭാഗം. അതിബൃഹത്തായ കൊട്ടാരക്കെട്ടാണ്. മുന്നിൽ വലിയൊരു ഉദ്യാനവുമുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ ഒരു ജനകീയ വിപ്ലവത്തിന് പിന്നാലെയാണ് ഇവിടെ ഒരു കോട്ട പണിയുന്നത്. അന്ന് ബവേറിയ ഭരിച്ചിരുന്ന സ്റ്റീഫൻ മൂന്നാമൻ എന്ന പ്രഭുവിനെതിരെയായിരുന്നു ജനരോഷം. കലാപം അടിച്ചമർത്തിയെങ്കിലും തന്റെയും കുടുംബത്തിന്റെയും സുരക്ഷയെ കരുതി പ്രഭു ഇവിടെ ശക്തമായ ഒരു കോട്ടയും അതിനുള്ളിൽ ഒരു കൊട്ടാരവും നിർമ്മിക്കുകയായിരുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വില്യം നാലാമൻ എന്ന ഒരു ശക്തനായ ഭരണാധികാരി ഉണ്ടായിരുന്നു ബവേറിയയിൽ. 42 വർഷം തുടർച്ചയായി അദ്ദേഹം ബവേറിയ ഭരിച്ചു. വില്യം നാലാമനാണ് ഈ കൊട്ടാരക്കെട്ടുകളെ വിപുലമാക്കിയതും സൗന്ദര്യവൽക്കരിച്ചതും. കൊട്ടാരത്തോട് ചേർന്ന് അതിവിപുലമായ ഒരു ഉദ്യാനമൊരുക്കിയതും അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ്. ഹോഫ് ഗാർഡൻ എന്ന ഉദ്യാനമാണിത്. ഗാർഡൻ എന്നാൽ ഗാർഡൻ എന്നു തന്നെയാണ് അർത്ഥം. ഇംഗ്ലീഷ് ഗാർഡൻ എന്ന ഒരു വലിയ ഉദ്യാനവുമുണ്ട് ഇവിടെ. ഇതാണ് കൊട്ടാരത്തിന്റെ പ്രധാന എൻട്രൻസ്. വലിയൊരു മ്യൂസിയമാണ് ഇപ്പോൾ കൊട്ടാരത്തിലുള്ളത്. അകത്ത് കയറിയാൽ ഒരു ദിവസം മുഴുവൻ നടന്നു കാണാനുള്ളതുണ്ട്. ഇപ്പോൾ എനിക്കതിനകം മുഴുവൻ കാണാനുള്ള നേരമില്ല. മ്യൂണിക്കിന്റെ ഒരു പൊതുവിശേഷം പ്രേക്ഷകരെ കാണിക്കുക എന്നതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം വരെ ശക്തമായ ഒരു രാജ്യമായി നിലനിന്ന പ്രദേശമാണ് ബവേറിയ. 1871-ലാണ് ബവേറിയ ജർമ്മൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായത്. അക്കാലത്ത് ഫ്രാൻസുമായി ദീർഘമായ യുദ്ധങ്ങളിലായിരുന്നു ജർമ്മൻ പ്രദേശത്തെ രാജാക്കന്മാർ. പൊതുശത്രുവിനെ ഒരുമിച്ചെതിർക്കുക എന്ന നയത്തിന്റെ ഭാഗമായി ബവേറിയയും അതിൽ പങ്കുചേർന്നു. തുടർന്ന് ആ പ്രദേശങ്ങൾ ഒത്തുചേർന്ന് ഒറ്റ സാമ്രാജ്യമായി. കൈസർ എന്നറിയപ്പെട്ട ചക്രവർത്തിമാരായിരുന്നു ആ സാമ്രാജ്യം ഭരിച്ചത്. കൊട്ടാരത്തിന് മുന്നിൽ സൈക്കിളുകളും സൈക്കിൾ റിക്ഷകളുമുണ്ട്. മുന്നോട്ട് നടക്കുമ്പോൾ ഇടതുവശത്ത് കാണുന്നതെല്ലാം കൊട്ടാരത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. പലയിടത്തും പാതയോരത്ത് റെസ്റ്റോറന്റുകളുടെ മേശകസേരകൾ നിരന്നു കിടപ്പുണ്ട്. ഒരു ചെറു ട്രോളിയിൽ ഏതാനും ബാരലുകൾ വച്ചിരിക്കുന്നു. ബിയർ കാസ്കുകളാണത്. ബിയർ ഫെസ്റ്റ് നടക്കുകയാണ് മ്യൂണിക്കിൽ. ബിയർ ഇവിടെ ഒരു നിഷിദ്ധ വസ്തുവല്ല, ആഘോഷപാനീയമാണ്. ലഹരി പാനീയമായി ഇവിടെ ആരും ബിയറിനെ കാണുന്നില്ല. സംസ്കാരത്തിന്റെ ഭാഗമായ പാനീയമാണിത്. ബാരലിൽ ബിയർ കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് അതിൽ നിന്നും ഊറ്റിക്കുടിക്കുന്നുമുണ്ട്. സാംസ്കാരികമായ ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഇടതുവശത്ത് നീണ്ടുകിടക്കുന്നത് കൊട്ടാരക്കെട്ടുകൾ തന്നെയാണ്. പലയിടത്തും അതിന്റെ എൻട്രൻസുകളുണ്ട്. നിരവധി കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സാണ് മ്യൂണിക് റെസിഡൻസ് എന്നറിയപ്പെടുന്ന റോയൽ പാലസ്. 10 വലിയ നടുമുറ്റങ്ങൾക്ക് ചുറ്റുമായാണ് കെട്ടിടങ്ങൾ.
പ്രധാന കൊട്ടാരത്തിന് 130 മുറികളുണ്ട്. പഴയ കുതിരലായം, റൈഡിംഗ് സ്കൂൾ, കൺസേർട്ട് ഹാൾ, ദേവാലയം എന്നിവയെല്ലാം കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകം വരെ ഏറെ സജീവമായിരുന്ന കൊട്ടാരക്കെട്ടുകളാണ്. കൊട്ടാരത്തിന്റെ ഒരു നടുമുറ്റത്തേക്ക് ഞാൻ കയറിച്ചെന്നു. രാജകുടുംബത്തിന്റെ വസതി എന്നതിനു പുറമെ ഭരണവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യാലയങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ താമസയിടങ്ങളുമെല്ലാം ഇതിലുണ്ടായിരുന്നു. ഇത് താരതമ്യേന ചെറിയ നടുമുറ്റമാണ്. 16-19 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഈ കൊട്ടാരക്കെട്ടുകൾ നിർമ്മിച്ചതെങ്കിലും ഇന്നിവിടെ കാണുന്നവയെല്ലാം അത്ര പഴയതല്ല. 2-ാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികളുടെ ബോംബാക്രമണത്തിൽ കൊട്ടാരത്തിന് വലിയ നാശം സംഭവിച്ചിരുന്നു. 1980കളിലാണ് ഇന്ന് കാണുന്ന വിധം ഇതിന്റെ പുനർനിർമ്മാണം പൂർത്തിയായത്. അത്യാഡംബരമുണ്ടായിരുന്ന പല മുറികളും ഹാളുകളും യുദ്ധാനന്തരം ലളിതമായ ശൈലിയിലാണ് വീണ്ടും പണിതത്. കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി വീണ്ടും തെരുവിലൂടെ നടത്തം തുടർന്നു. ഈ നാടിന് മ്യൂണിക് എന്നാണോ മ്യൂണിച്ച് എന്നാണോ പറയുന്നത് എന്നൊരു സംശയം പലരും പ്രകടിപ്പിക്കാറുണ്ട്. മൂൺഷൻ എന്നാണ് ഇന്നാട്ടുകാർ പറയുന്നത്. മ്യൂണിക്, മ്യൂണിച്ച് എന്നൊക്കെ പറയുന്നതും ഇവിടെ അംഗീകൃതമാണ് താനും. കൊട്ടാരത്തിന്റെ മറ്റൊരു വശമാണിത്. അതെത്തി നിൽക്കുന്നത് ഒരു സ്ക്വയറിലാണ്. മാക്സ് ജോസഫ് സ്ക്വയർ. സ്ക്വയറിന്റെ ഒരതിരിൽ ഒരു ചരിത്ര നിർമ്മിതിയുണ്ട്. കൊറിന്തിയൻ തൂണുകളോടുകൂടിയ ഒരു കെട്ടിടം. അതിനു മുന്നിൽ മാക്സിമിലിയൻ രാജാവിന്റെ പ്രതിമ. നാഷണൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഓപ്പറ ഹൗസാണ് ആ കെട്ടിടം. ബവേറിയയിലെ ഏറ്റവും പ്രമുഖമായ 3 കലാസംഘടനകളുടെ ആസ്ഥാനമാണത്. ബവേറിയ ജർമ്മനിയുടെ മറ്റു ഭാഗങ്ങൾ പോലെയല്ല. പൂർണ്ണ അർത്ഥത്തിൽ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കലയുടെ ഒരു കേന്ദ്രമായിരുന്നു ഇവിടം. ബാലെ നർത്തകരുടെ വേഷത്തിൽ മാക് ബുക്കുമായി നിൽക്കുന്ന ചിലർ സ്ക്വയറിലുണ്ട്. ഒരു ഭാഗത്ത് കൊട്ടാരം. അക്കാണുന്നതാണ് ഓപ്പറ ഹൗസ്. 1810-ൽ മാക്സിമിലിയൻ ഒന്നാമൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓപ്പറ ഹൗസിന്റെ പണി തുടങ്ങിയത്. പണി പൂർത്തിയാവാറായപ്പോൾ 1817-ൽ കെട്ടിടം കത്തിനശിച്ചു. തുടർന്ന് 1 വർഷത്തിനകം അത് പുനർനിർമ്മിച്ചു. അന്നു മുതൽ 1943 വരെയും മ്യൂണിക്കിലെ ഏറ്റവും പ്രമുഖമായ കലാവേദിയായിരുന്നു ഓപ്പറ ഹൗസ്. 1943-ൽ സഖ്യകക്ഷികൾ മ്യൂണിക് കൊട്ടാരത്തിൽ ബോംബിട്ടപ്പോൾ ഓപ്പറ ഹൗസും തകർന്നടിഞ്ഞു. പിന്നീട് 1963-ലാണ് അത് പുനർനിർമ്മിച്ചത്. ചത്തുരത്തിലെങ്ങും ആളുകളുണ്ട്. അതിൽ വലിയൊരു ശതമാനവും ടൂറിസ്റ്റുകളാണ്. സൈക്കിളുകൾ ധാരാളം. ഇവരെല്ലാം ഈ പ്രദേശത്തേക്ക് വരുന്നത് നടന്നോ സൈക്കിളിലോ ആണ്. കൂടുതൽ ആളുകളും ഇത്തരം ട്രാമുകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇത്തരം സുന്ദരൻ ട്രാമുകൾ മ്യൂണിക്കിന്റെ എല്ലാ തെരുവിലൂടെയും കടന്നു പോകുന്നത് കാണാം. അതിനു പുറമെ ഭൂമിക്കടിയിലൂടെ മെട്രോ സർവീസുമുണ്ട്. അതിബൃഹത്തായ മെട്രോ റെയിലിന്റെ ശൃംഖല ഇക്കാണുന്ന കെട്ടിടങ്ങളുടെയെല്ലാം അടിയിലൂടെ കടന്നു പോകുന്നു. ആളുകൾ പരമാവധി നടക്കുന്നു. അതൊരു പൊതുബോധത്തിന്റെ നിദർശനമാണ്. എല്ലാവരും നടക്കുകയാണെങ്കിൽ നമ്മുടെ നഗരങ്ങളും എത്ര സൗകര്യപ്രദമായിരിക്കും. നടക്കാൻ താൽപ്പര്യമില്ലാത്തവർ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നു. നടക്കാവുന്ന രീതിയിലാണ് സ്ക്വയറുകളും തെരുവുകളും രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിമനോഹരമാണ്. നല്ല തണുപ്പ്. വിന്റർ ആരംഭിച്ചതിനാൽ തണുപ്പ് വീണുകഴിഞ്ഞു. കനത്ത ജാക്കറ്റ് അണിഞ്ഞാണ് പലരും പോകുന്നത്. ഞാൻ ഇന്ന് വൈകിട്ട് ഒരു ജാക്കറ്റ് വാങ്ങണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തണുപ്പ് ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതലാണ്. കനം കൂടിയ ജാക്കറ്റ് എടുത്ത് വീട്ടിൽ നിന്നിറങ്ങാനാവാത്തതിനാലല്ല. അതെടുത്താൽ ചുമക്കാനുള്ള ഭാരം കൂടും. ഇവിടെ നിന്നും ഞങ്ങൾ ഇനി നടക്കുന്നത് വലിയ ചരിത്രമുള്ള ഒരു കെട്ടിടത്തിനടുത്തേക്കാണ്. ഒരു ബിയർ ഹാളാണത്. ഹോഫ്ബ്രോ ഹൗസ് എന്നറിയപ്പെടുന്ന ഹാൾ. 1500കളിൽ പണിത ബിയർ ഹാളാണത്.
നടന്നു ചെല്ലുമ്പോൾ ഒരു വശത്ത് സസ്യങ്ങളാൽ മൂടി നിൽക്കുന്ന ഒരു കെട്ടിടം കാണാം. പ്ലാറ്റ്സൽ കാറി എന്ന ബാർ. പ്രത്യേക രീതിയിലുള്ള ബാറാണ്. മനോഹരമാണ് കെട്ടിടം. ടൂറിസ്റ്റുകളും നാട്ടുകാരുമെല്ലാം കടന്നു പോകുന്നുണ്ട്. ടൂറിസ്റ്റുകളുടെ വലിയ സംഘങ്ങൾ സൈക്കിൾ വാടകയ്ക്കെടുത്ത് നഗരവഴിയിലൂടെ പോകുന്നു. പ്ലാറ്റ്സൽ കാറി ബാറിന്റെ കെട്ടിടം കണ്ടാൽ സ്വാഭാവികമായി വള്ളിപ്പടർപ്പുകൾ കെട്ടിടത്തെ മൂടിയിരിക്കുകയാണെന്ന് തോന്നും. കൃത്യതയോടെ പരിപാലിച്ച് ഒരുക്കി വെച്ചിരിക്കുന്നതാണത്. നല്ല പച്ചപ്പ്, ചെടികൾ, പൂക്കൾ, വൃത്തി, അതെല്ലാം ആരെയും വല്ലാതെ ആകർഷിക്കും. കാൽപ്പനികമായ ഒരു നാട്ടിലാണ് എത്തിയിരിക്കുന്നതെന്ന് തോന്നുകയും ചെയ്യും. ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്. പ്ലാറ്റ്സൽ കാറിയുടെ സമീപത്ത് ഇത്തരത്തിലുള്ള നിരവധി ബാറുകളും റെസ്റ്റോറന്റുകളുമുണ്ട്. പഴയ കെട്ടിടങ്ങളിലാണ് അവ മിക്കതും പ്രവർത്തിക്കുന്നത്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫിസ്റ്റർ സ്ട്രാസെ എന്ന തെരുവിലൂടെയാണ് നടക്കുന്നത്. അതിന്റെ ഇരുവശത്തും ഇക്കാണുന്ന കെട്ടിടങ്ങളിൽ പലതും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബോംബുകൾ വീണ് തകർന്നവയാണ്. 1960-കളിലാണ് മിക്ക കെട്ടിടങ്ങളും പുനർനിർമ്മിച്ചത്. ഹോഫ്ബ്രോ ഹൗസ് എന്ന ബിയർ ഹാൾ മ്യൂണിക്കിലെ വലിയൊരു ടൂറിസ്റ്റ് ആകർഷണം കൂടിയാണിന്ന്. അതിനടുത്തേക്കാണ് ഞങ്ങളും നടക്കുന്നത്. 16-ാം നൂറ്റാണ്ട് മുതൽ പ്രവർത്തിക്കുന്ന ബിയർ ഹാളാണ് ഹോഫ്ബ്രോ ഹൗസ്. 1920-കളിൽ ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുടെ പല മീറ്റിംഗുകൾക്കും വേദിയായ ഹാളാണത്. ജർമ്മനിയുടെ അധികാരം തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിലേക്ക് നാസി പാർട്ടിയെ ഉയർത്തിയ ചർച്ചകളും മീറ്റിംഗുകളും നടന്ന ഹാൾ. നേരെ മുന്നിൽ കാണുന്ന കെട്ടിടമാണത്, ഹോഫ്ബ്രോ ഹൗസ്. നാസി പാർട്ടിയുടെ ചരിത്രവും ജർമ്മനിയുടെ ചരിത്രവും ഹിറ്റ്ലറുടെ ജീവിതവും പറയുമ്പോൾ ഈ ഹോഫ്ബ്രോ ഹൗസിനെ ഒഴിവാക്കാനാവില്ല. ഇതിനുള്ളിൽ വെച്ച് നടത്തിയ പ്രസംഗങ്ങളിലൂടെയാണ് ഹിറ്റ്ലർ നാസിസം എന്ന ആശയത്തെ ആളുകളിലേക്ക് ഇറക്കിവിട്ടത്. ജർമ്മനിയെ ഏകീകരിക്കണമെന്നും ജർമ്മനിയെ ലോകശക്തിയാക്കണമെന്നുമുള്ള ഹിറ്റ്ലറുടെ തീപ്പൊരി പ്രസംഗങ്ങൾ അദ്ദേഹത്തിന് വലിയ കയ്യടി നേടിക്കൊടുത്തു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായ ഒരു രാജ്യം ഹിറ്റ്ലറുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും അങ്ങനെ ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ നേതാവായി വളരുകയുമായിരുന്നു. ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു ഹിറ്റ്ലറുടെ വളർച്ച. ആ ചരിത്രത്തിന്റെ ആദ്യ അധ്യായങ്ങൾക്ക് വേദിയായ സ്ഥലമാണിത്. മ്യൂണിക്കിൽ ബിയർ ഫെസ്റ്റിവലിന്റെ ദിനങ്ങളാണ്. നമുക്ക് ഓണക്കാലം പോലെയാണ് ഇവർക്ക് ബിയർ ഉത്സവ ദിനങ്ങൾ. ട്രഡീഷണൽ വസ്ത്രം ധരിച്ച് ഇവിടെ ഒരാളുണ്ട്. ബവേറിയയുടെ പാരമ്പര്യ വസ്ത്രം. ഇതാണ് ഹോഫ്ബ്രോ ഹൗസിന്റെ മുൻഭാഗം. ആളുകൾ ഒഴുകുകയാണ് ഇവിടേക്ക്. ചരിത്രമോർത്തുകൊണ്ട് ഞാൻ ആ ബിയർ ഹാളിലേക്ക് നടന്നു. ഹിറ്റ്ലർ എത്രയോ ദിവസങ്ങളിൽ നടന്നതാണ് ഇതിലൂടെ. സഫാരി ചാനലിൽ വേൾഡ് വാർ II എന്ന സീരീസ് സംപ്രേഷണം ചെയ്തപ്പോൾ ഈ കെട്ടിടത്തെക്കുറിച്ചെല്ലാം അതിൽ വിശദമായി പറഞ്ഞിരുന്നു. ഇവിടെ നടന്ന മീറ്റിംഗുകൾ, ഹിറ്റ്ലറുടെ ബിയർ ഹാൾ പ്രസംഗം, അങ്ങനെയെല്ലാം. ആ സ്ഥലങ്ങളിൽ ഇങ്ങനെ നേരിട്ടെത്തുമ്പോൾ ചരിത്രത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാം. ഹോഫ്ബ്രോ ഹൗസ് ഇപ്പോൾ ജർമ്മനിയിലെങ്ങും ശാഖകളുള്ള ഒരു ചെയിനാണ്. 1589 മുതൽ തന്നെ ഈ ബിയർ ഹാൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബവേറിയൻ ഭരണാധികാരിയായിരുന്ന മാക്സിമിലിയൻ ഒന്നാമനാണ് ഇത് സ്ഥാപിച്ചത്. ഹാളിൽ നിറയെ ആളുകളാണ്. ഒരു സീറ്റ് കിട്ടണമെങ്കിൽ നേരത്തെ റിസർവ് ചെയ്യണം. ഹാളിന്റെ മേൽക്കൂരയെല്ലാം പെയിന്റിങ്ങുകളോടെ ചരിത്രത്തിന്റെ പ്രാധാന്യം പിന്തുടർന്നുകൊണ്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇതിനുള്ളിലാണ് 1920-കളിൽ നാസി പാർട്ടിയുടെ മീറ്റിംഗുകൾ നിരന്തരമായി നടന്നിരുന്നത്. പല ഭാഗങ്ങളുണ്ട് ഹോഫ്ബ്രോ ഹൗസിന്. മേശകൾക്കിടയിലൂടെ ലഘുഭക്ഷണം വിറ്റു നടക്കുന്ന സ്ത്രീ.
ബവേറിയൻ ഗവൺമെന്റിന്റെ കീഴിലുണ്ടായിരുന്ന ബ്രൂവറിയുടെ കെട്ടിടമായിരുന്നു 16-ാം നൂറ്റാണ്ടിൽ ഇത്. അതിന്റെ ഒരു ഭാഗത്ത് ബിയർ വിളമ്പുന്ന ഇടമുണ്ടായിരുന്നെങ്കിലും സാധാരണ ജനങ്ങൾക്ക് അന്ന് ഇവിടെ വന്ന് ബിയർ കുടിക്കാനാവുമായിരുന്നില്ല. 1828-ൽ ലുഡ്വിഗ് ഒന്നാമനാണ് ഇവിടം പൊതുജനത്തിന് തുറന്നുകൊടുത്തത്. അന്നു മുതൽ എന്നും വലിയ ജനത്തിരക്കുള്ള ബിയർ ഹാളാണിത്. നമ്മുടെ നാട്ടിൽ 1600കളിൽ തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്നും പ്രവർത്തിക്കുന്നതായി ചൂണ്ടിക്കാട്ടാനുണ്ടാവില്ല. ചില ക്ഷേത്രങ്ങളോ പള്ളികളോ കണ്ടേക്കാം. എല്ലാ മേശയിലും ബിയർ മഗ്ഗുകൾ. ഓരോ ലിറ്റർ കൊള്ളുന്ന മഗ്ഗുകളാണ്. അത്തരത്തിലുള്ള 4-5 മഗ് ബിയർ കുടിക്കും ഓരോരുത്തരും. ബിയർ മുന്നിൽ വച്ച് ചർച്ചകളിൽ മുഴുകി ആളുകൾ അങ്ങനെ ഇരിക്കുന്നു. ഒരു മേശയിലിരിക്കുന്നയാൾ ഒരു വിശേഷം പറയുമ്പോൾ തൊട്ടടുത്ത മേശയിലുള്ളവരും അതിനപ്പുറത്തിരിക്കുന്നവരും ആ വിശേഷത്തിൽ പങ്കുചേരും. അങ്ങനെയാണ് യൂറോപ്പിൽ രാഷ്ട്രീയത്തിലും കലയിലുമെല്ലാം പുതിയ ആശയങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടായത്. ഈ ബിയർ ഹൗസ് സ്ഥാപിതമാകുന്ന കാലത്ത് സാക്സണിയിൽ നിന്നാണ് മ്യൂണിക്കിലേക്ക് ബിയർ എത്തിക്കൊണ്ടിരുന്നത്. നിലവാരം കുറഞ്ഞ ബിയറായിരുന്നു അത്. തുടർന്നാണ് 1589-ൽ മാക്സിമില്യൻ ഒന്നാമന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരു ബ്രൂവറിയും ബിയർ ഹാളും സ്ഥാപിച്ചത്. ഒരു കോണിൽ ഒരു സംഗീത സംഘമുണ്ട്. സ്ഥിരം സംഘമാണ്. ഞാനെത്തിയപ്പോഴേക്കും അവർ ഒരു പാട്ട് അവസാനിപ്പിച്ചു. അടുത്ത പാട്ട് തുടങ്ങുന്നത് വരെ ഹാളിലൂടെ ഒന്ന് കറങ്ങി വരാം. വലിയ ജനത്തിരക്ക്. ബിയർ അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. മറ്റു ലിക്കറുകളൊന്നും ആരും കഴിക്കുന്നത് കാണുന്നില്ല. ബിയർ മാത്രമല്ല, മാംസവിഭവങ്ങളും ഇവിടെ കിട്ടും. ഒരു ഭാഗത്ത് കൗണ്ടർ. ഹോഫ്ബ്രോ ഹൗസിന്റെ ചിഹ്നമുള്ള മഗ്ഗുകളുമുണ്ട് വിൽപ്പനയ്ക്ക്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ബവേറിയൻ തൊപ്പിവെച്ചാണ് ചിലരുടെ വരവ്. ഇതിനിടയിൽ നിന്ന് ഷൂട്ട് ചെയ്യുക ജീവൻ പണയം വെച്ചുള്ള പരിപാടിയാണ്. ഒരാൾ പ്രകോപിതനായാൽ തീർന്നു കാര്യം. ഞാൻ ആശങ്കയോടെയാണ് ചിത്രീകരിക്കുന്നത്. ഹോഫ്ബ്രോ ഹൗസിന് ഒരു നടുമുറ്റമുണ്ട്. സിഗരറ്റ് വലിക്കണമെന്നുള്ളവർ ഇവിടെ വന്നിരുന്നു വേണം ബിയറുമടിക്കാൻ. ഹാളിനകത്ത് പുകവലി അനുവദിക്കില്ല. സുഹൃത്തുക്കളുടെ സംഘങ്ങളായിരിക്കാം. മട്ടനും പോർക്കും മറ്റുമാണ് ഇവിടെ ലഭിക്കുന്ന പ്രധാന വിഭവങ്ങൾ. വലിയ കഷ്ണങ്ങളാക്കി പുഴുങ്ങിക്കൊണ്ടുവരുന്ന വിഭവങ്ങൾ. അതീവ രുചികരമായ വിഭവങ്ങൾ ഇവിടെ കിട്ടും. നല്ല തണുപ്പുണ്ട്. എങ്കിലും ആളുകൾക്കിങ്ങനെ ഇവിടെ പുറത്തിരിക്കുന്നത് ഇഷ്ടമാണ്. ബിയർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന വിദേശികൾ മഗ് ചുണ്ടോട് ചേർത്ത് ഒരു ഫോട്ടോ എടുക്കും. നാട്ടുകാർക്ക് അത്തരം ചിന്തയൊന്നുമില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം അമേരിക്കൻ സൈനികരും മറ്റും ഇവിടെ പതിവുകാരായിരുന്നു. ഇവിടെ നിന്നും ബിയറും മഗ്ഗും വരെ അമേരിക്കക്കാർ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇത്തരം ആൾക്കൂട്ടങ്ങൾ 1920കളിലും ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ബിയർ ഹാളിൽ ഹിറ്റ്ലറുടെ പ്രസംഗം കേട്ട് ആവേശം കൊണ്ടത് ഇതേ പ്രായമുള്ള ഒരു തലമുറയായിരുന്നു താനും. ഈ ധരിച്ചിരിക്കുന്ന പാൻസാണ് ബവേറിയൻ പ്രാദേശിക വസ്ത്രം. ലെതർ കൊണ്ടുണ്ടാക്കിയതാവും അത്. നടുമുറ്റത്തെ മേശകസേരകൾക്കിടയിലൂടെ ഞാൻ നടന്നു. ചിലർ ബിയർ അടിക്കുന്നു. ചിലർ ഭക്ഷണം കഴിക്കുന്നു. ഹോഫ്ബ്രോ ഹൗസിന് വലിയ കഥകൾ പറയാനുണ്ട്. ഞാൻ തിരികെ അതിനകത്തേക്ക് ചെന്നു. സോവിയറ്റ് മുൻ നേതാവ് മിഖായൽ ഗോർബച്ചേവ്, US പ്രസിഡന്റുമാരായിരുന്ന ജോൺ എഫ് കെന്നഡി, ജോർജ് HW ബുഷ് എന്നിവരൊക്കെ ഈ ബിയർ ഹാളിൽ വന്നിരുന്ന് ബിയർ കുടിച്ചിട്ടുള്ളവരാണ്. പെൺകുട്ടികളാണ് വിളമ്പുകാർ. അവർ 5-8 മഗ്ഗുകളിൽ നിറയെ ബിയറുമായി മേശകൾക്കിടയിലൂടെ പോകുന്നത് കാണാം. ബിയർ നിറഞ്ഞാൽ ഓരോ മഗ്ഗും 3-4 കിലോയുണ്ടാവും. ഒരു ബിയർ ഹാൾ ഒരു രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രമായതിന്റെ കഥയാണ് ഹോഫ്ബ്രോ ഹൗസിന് പറയാനുള്ളത്.
17-ാം നൂറ്റാണ്ടിൽ ബവേറിയ എന്ന രാജ്യത്തിന്റെ വരുമാനത്തിൽ 30 മുതൽ 50% വരെ ഇവിടെ നിന്നായിരുന്നു. ചരിത്രപ്രസിദ്ധമായ 30 വത്സര യുദ്ധകാലത്ത് ബവേറിയയെ പണം നൽകി സഹായിച്ചതും ഈ ബ്രൂവറിയായിരുന്നു. ആ ചരിത്രമോർത്തുകൊണ്ട്, ആ കാലഘട്ടത്തെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഹോഫ്ബ്രോ ഹൗസിനുള്ളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.